എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സ്കോറിയോ ലൈറ്റ്സിന്റെ ട്രിവാൻഡ്രത്തെ തോന്നയ്ക്കുള്ള ഷോറൂമിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സീലിംഗിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ലൈറ്റ്സുകളാണ് ഈ പ്രൊഫൈൽ ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ് എന്നൊക്കെ. അപ്പം ഏറെക്കുറെ ആളുകൾക്കും പ്രൊഫൈൽ ലൈറ്റ് അഥവാ സ്ട്രിപ്പ് ലൈറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് ഈ പ്രൊഫൈൽ ലൈറ്റ്, എന്താണ് സ്ട്രിപ്പ് ലൈറ്റ്, അത് എവിടേക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് കോമൺ ആയിട്ടുള്ള ഇത്രയും കുറച്ച് ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഡൗട്ട്സുകളെല്ലാം നേരിട്ട് നമുക്ക് ഷോറൂമിൽ തന്നെ ചോദിച്ചറിയാം. ഈ കാണുന്നത് നമ്മളെ 240 LED ആണ്. മനസ്സിലായല്ലോ. ഈ 240 LED എന്ന് പറയുമ്പോഴേക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത അടുത്തടുത്ത് ഒട്ടി വരും. LED ഗ്യാപ്പ് കാണാത്ത രീതിയിൽ അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ഔട്ട് കറക്റ്റായിട്ട് കിട്ടുന്നത്. ഇത്രയും അടുത്ത് ഒട്ടി വരുന്ന ഒരു സംഭവമാണ് 240 LED. ഇതേ സെയിം സാധനം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 180 വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഗ്യാപ്പ് കാണും. LED വ്യത്യാസം, ഒരു കുറച്ച് അകലുന്നായിരിക്കും കാണുന്നത്. ആ ഒരു ഡിഫറൻസ് ആണ് LED വരിക. അത് തന്നെ 180 വരുന്നുണ്ട്, 120 വരുന്നുണ്ട്, 16 വരുന്നുണ്ട്. അതായത് ഒരു മീറ്ററിനകത്തുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു മീറ്ററിനകത്ത് 60 മുതൽ 120, 180, 240 ഈ LEDകളാണ്, ഇത്രയും LEDകളാണ് ഇതിനകത്ത് വരുന്നത്. ഈ പ്രൊഫൈലിന്റെ അകത്ത് കൊടുക്കുമ്പോഴേക്കും 240 LED കൊടുക്കണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഔട്ട് കറക്റ്റ് കിട്ടാനും സ്പേസ് ഇത് ഡോട്ട് കാണാതിരിക്കാനും 240 LED കൊടുക്കും. അതിന്റെ കൂടെ തന്നെ അതിന്റെ ഡ്രൈവ് കാര്യങ്ങൾ ചെയ്യുമ്പോഴേ അതിന്റെ കറക്റ്റായിട്ട് അതിന്റെ ആ ഒരു പ്രൊഫഷൻ നമുക്ക് ഇത് കിട്ടുന്നുള്ളൂ. നമ്മൾ ഈ പ്രൊഫൈൽ മേടിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കണക്ടറായിട്ടൊക്കെ ഉപയോഗിക്കാറുള്ളത്? അതായത് അതിന് ഡ്രൈവ് എന്ന് പറയും. ഡ്രൈവ് ഉണ്ട്. അതെ, അത് നമ്മൾ എത്രയാണോ 5 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഏറ്റവും കുറഞ്ഞ രീതിയിൽ 10 ആംസിന്റെ 240 LED ആണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു 10 ആംസിന്റെ ഡ്രൈവ് കൊടുക്കണം. അത് 15 വരെ കൊടുക്കാം. എന്നാലേ നമുക്ക് അതിന്റെ ഔട്ട് കറക്റ്റായിട്ട് നമുക്ക് ലൈറ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുള്ളൂ. ആ ഒരു രീതിയിലാണ് വരുന്നത്. ഇതിന്റെ കൂടെ വാങ്ങിക്കേണ്ടത് പ്രൊഫൈൽ ചാനൽ സെപ്പറേറ്റ് വാങ്ങിക്കണം. അതെ, ഈ കാണുന്ന പോലെ ചാനൽ. അതെ, ഇതാണ് ചാനൽ വരുന്നത്. ഈ ചാനൽ വാങ്ങിക്കണം. അത് കൂടാതെ നമുക്ക് വാങ്ങിക്കേണ്ടത് ഈ സ്ട്രിപ്പ്. നമ്മൾ എത്രയാണോ നമ്മളെ ഓരോ പ്ലാൻ ആയിരിക്കുമല്ലോ. നമ്മളെ വീടിന്റെ എത്ര മീറ്റർ എന്നുള്ള ഒരു സംഭവം കാണുമല്ലോ. അത്ര മീറ്റർ പ്രൊഫൈൽ വാങ്ങിക്കണം. അതിന്റെ കൂടെ തന്നെ നമ്മൾ അതിന്റെ സ്ട്രിപ്പ് വാങ്ങിക്കണം. പിന്നെ നമ്മൾ ഈ പറയുന്ന ഡ്രൈവും വാങ്ങിക്കണം. ഇത്രയും സംഭവങ്ങൾ ഈ ഒരു പ്രൊഫൈൽ ലൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്രയും സംഭവങ്ങൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ വാങ്ങുന്ന 60, 120 സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ അത് ബേസിക് ആയിട്ട് എവിടേക്കായിരിക്കും ഉപയോഗിക്കുന്നത്? നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മെയിൻ കാണുന്ന നമ്മൾ കിച്ചന്റെ ഭാഗങ്ങളിലൊക്കെ വരുന്നുണ്ട്. കിച്ചൺ കബോർഡിന്റെ അകത്ത് പ്രൊഫൈൽ കൊടുക്കാം. നമ്മൾ 120 അതുപോലെയുള്ള ലൈറ്റുകൾ കൊടുത്താൽ മതി. അതല്ലാത്ത നമ്മൾ ഒരു ഓഫീസ് അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ തന്നെ ഫ്രണ്ട് നല്ല കാണുന്ന ഒരു ഭാഗത്ത്, അപ്പൊ ഈ ഇത്രയും പെട്ടെന്ന് കാണുന്ന ഒരു ഭാഗങ്ങളിലാവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഇടങ്ങളിലാവുമ്പോൾ നമുക്ക് എന്താ ഗ്യാപ്പ്, എന്തുകൊണ്ട് ആ ഗ്യാപ്പ് വന്നു എന്നുള്ളൊരു ചോദ്യം വരാതിരിക്കാൻ നമ്മളാണ് ഈ 240 ചെയ്യുന്നത്. അങ്ങനെ കൊടുക്കാനാണ് നമുക്ക് 120 അങ്ങനെയുള്ള സംഭവങ്ങൾ ഉപയോഗിച്ചാൽ മതി. പിന്നെ നമുക്ക് വേറെ സംഭവം എന്ന് വെച്ചാൽ ജിപ്സം ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീടിന്റെ അകത്ത് എല്ലാവരും ചെയ്യുന്ന ഒരു സംഭവം ജിപ്സം ചെയ്യുമ്പോൾ നമ്മളൊന്ന് കട്ട് ചെയ്യും, ഒരു കോവ് കട്ട് ചെയ്യും. മനസ്സിലായോ? ആ കോവിനകത്ത് കൊടുക്കുന്ന ഒരു സ്ട്രിപ്പാണ് 60 LED വരുന്ന ഒട്ടിക്കുന്ന ടൈപ്പ്. ഇത് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇതും എല്ലാം ഡയറക്റ്റ് കറണ്ട് അല്ല, ഡ്രൈവ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. കറണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അടിച്ചു പോകും. ഓക്കെ, അതാണ് ഇതിന്റെ ഒരു സംഭവം. ഈ സംഭവം ഇത് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ജിപ്സത്തിന്റെ അകത്ത് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും. ഇതിന് ചാനൽ വേണം? ഇതിന് ചാനൽ വേണ്ട. കാരണം എന്താ വെച്ചാൽ ഇതിന് ചാനലിന്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ജിപ്സത്തിന്റെ അകത്ത് കട്ടിങ്ങിനകത്താണല്ലോ കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഔട്ട് മാത്രമേ നമ്മൾ ലൈറ്റിന്റെ ഔട്ട് മാത്രമേ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഷേപ്പ് ഒന്നും മീൻസ് കാര്യങ്ങളൊന്നും വിഷയമല്ല. കാരണം നമുക്ക് ലൈറ്റ് ആണ് നമുക്ക് പുറത്തേക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറിയ ഒരു 5 മീറ്റർ ഒക്കെ ആണെങ്കിൽ വളരെ ചെറിയൊരു ആംപ് ഡ്രൈവ് ഒക്കെ കൊടുത്താൽ മതി. ആ രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ജിപ്സത്തിന്റെ അകത്ത് കൊടുക്കുമ്പോൾ ഇതിന്റെ തന്നെ നമുക്ക് വേണമെങ്കിൽ കളറുകളൊക്കെ കിട്ടുന്ന വേറൊരു സംഭവം കൂടിയുണ്ട്. ഇതിപ്പോ റോപ്പ് ടൈപ്പ് എന്ന് പറയും. ഈ റോപ്പ് ടൈപ്പ് ആണ് ഇത്. ഈ റോപ്പ് ടൈപ്പ് എന്ന് മീൻസ് നമുക്ക് ഇതേപോലെ തന്നെ 120 LED വരുന്നുണ്ട് ഒരു മീറ്ററിനകത്ത്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജിപ്സത്തിനകത്ത് കൊടുക്കാൻ പറ്റും. ഇതിന്റെ തന്നെ ഇതിപ്പോ വാമുണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, അങ്ങനെ ആംബർ ഗോൾഡ് ഉണ്ട്, അങ്ങനെയുള്ള കളറുകളൊക്കെ വരുന്നുണ്ട്. ഈ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജിപ്സത്തിനകത്ത് നമുക്കൊരു കളർഫുൾ ആക്കണം. കസ്റ്റം അല്ലല്ലോ, അത് ഓൾറെഡി വരുന്ന കളേഴ്സ് അല്ല. അതെ, ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് ക്വാളിറ്റി കൂടിയ സൈസാണ്, നല്ല ഒരു ഹൈ ബ്രൈറ്റ് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ 120 LED മീറ്ററിനകത്ത് വരുന്നുണ്ട്. നല്ല ലൈറ്റ് കിട്ടും, നല്ല ഔട്ടായിരിക്കും നമുക്ക് അതിന് പുറത്തേക്ക് കിട്ടുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിനൊരു ഗുണം എന്ന് വെച്ചാൽ ഡ്രൈവിന് പകരം നമ്മളൊരു കണക്ടർ വെച്ചിട്ടാണ്
ഡ്രൈവ് തന്നെയാണ്, ചെറിയൊരു രീതിയിലുള്ള ഡ്രൈവാണ്. അതിന് ഇതിപ്പോ നമുക്ക് 50 മീറ്റർ ഒരു ഏരിയയിലേക്ക് നമുക്ക് വർക്ക് ചെയ്യണമെന്നെങ്കിൽ ആ ഒരൊറ്റ കണക്ടർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റ കണക്ടറിൽ കണക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഇത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും 1 മീറ്ററിലാണ് ഇതിന്റെ കട്ടിംഗ് പോയിന്റ് വരുന്നത്. 1 മീറ്ററിന്റെ പോയിന്റിൽ തന്നെ കട്ട് ചെയ്തിട്ട് അഡീഷണൽ ആയിട്ട് ഒരു കണക്ടറും കൂടി വെച്ചിട്ട് നമ്മുടെ ഏരിയയിലേക്ക് നമുക്ക് ഓരോ സ്ഥലത്തേക്കോ ആയിരിക്കുമല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്, ആ രീതിയിൽ നമുക്ക് അത് കൊടുക്കാൻ വേണ്ട നീളത്തിൽ വേണ്ട രീതിയിൽ, അതായത് ആ ഒരു 1 മീറ്ററിൽ കട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതിന്റെ ഒരു. അപ്പൊ ഇനി നമ്മൾ പറയുന്നത് ഈ ഒരു കണക്ട് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ RGB ആണ്. RGB എന്ന് പറയുമ്പോൾ നമ്മൾ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന പല പല കളറുകൾ, നമ്മുടെ മനസ്സിന് ഒരുപാട് സ്വപ്നങ്ങൾ, കളറുകളിനോട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ ഈ കളറുകൾ ഇഷ്ടപ്പെടാത്ത ആരും വളരെ കുറവായിരിക്കും. അപ്പൊ നമ്മൾ ഒക്കെ ചെയ്യുമ്പോൾ, നമ്മൾ ഇതേപോലെ ലൈറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു കളർ ഇങ്ങനെ മാറണം, അതിലിങ്ങനെ ഓട്ടോമാറ്റിക്കായി മാറി വരണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് RGB കളർ മാറുന്ന ഈ ഒരു സ്ട്രിപ്പ് ലൈറ്റ്, ഡ്രോപ്പ് ടൈപ്പ് എന്ന് അതിന് പറയും. അതിന്റെ ഒരു അഡാപ്റ്ററും കൂടി കൊടുക്കണം. അഡാപ്റ്ററും വെച്ച് വരുമ്പോൾ ഇതിൽ സെൻസർ ഉണ്ട്. സെൻസറിലേക്ക് നമുക്ക് റിമോട്ട് വെച്ചിട്ട് നമുക്ക് അതിന് കളർ നമ്മൾ ഇഷ്ടത്തിന്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ആ ഒരു രീതിയിൽ നമുക്കിത് ഫിക്സഡ് ലെങ്തിലാണോ വരുന്നത്? ഇത് ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 മീറ്ററിൽ നമുക്ക് കട്ട് ചെയ്യാം. അതായത് കട്ടിംഗ് പോയിന്റ് വരുമ്പോൾ 1 മീറ്ററിൽ ഇത് കട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള അർത്ഥം. നമുക്കിപ്പോ ഒരു 5 മീറ്റർ 5.5 മീറ്റർ ആണ് ആവശ്യമെങ്കിൽ നമ്മൾ സ്ഥലത്ത് വരുമ്പോൾ ഒരു കാര്യം പറയാം, ഉദാഹരണമായിട്ട് പറയുമ്പോഴേക്കും 5.5 മീറ്റർ ആണ് നമുക്ക് ആവശ്യമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ 6 മീറ്റർ ചെയ്യണം. അപ്പൊ 1/2 മീറ്റർ കട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യും, ആ 1/2 മീറ്റർ കട്ട് ചെയ്ത് 1/2 മീറ്ററും പോകും. ഇപ്പുറത്തെ ഭാഗം ഇങ്ങോട്ട് വരുമ്പോഴേക്കും 1/2 മീറ്റർ ഇവിടെയും പോകും. 2 സൈഡും നമുക്ക് നഷ്ടപ്പെടും, അതായത് 1 മീറ്റർ നഷ്ടപ്പെടും. അതല്ലെങ്കിൽ നമ്മൾ 6 മീറ്റർ തന്നെ യൂസ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, കംപ്ലീറ്റ് 1 മീറ്ററിൽ അതായത് കട്ടിങ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ ഒരു സംഭവം വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള RGB റോപ്പിനെ പറ്റി പറഞ്ഞത്, ഈ RGB റോപ്പിന്റെ റിമോട്ടാണ്. ഈ റിമോട്ട് വെച്ചിട്ടാണ് നമുക്ക് ഇഷ്ടമുള്ള കളർ, ഇതിലെല്ലാ കളറുകളും കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ബ്രൈറ്റ്നസ് കൂട്ടാം, കുറക്കാം, 12ഓളം കളർ കാണാൻ പറ്റും. അതെ, റെഡ്, ഗ്രീൻ, ബ്ലൂ, അങ്ങനെ പിങ്ക്, അങ്ങനെയുള്ള എല്ലാ കളറുകളും ഇതിൽ വരുന്നുണ്ട്. നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടാം, കുറക്കാം, അങ്ങനെ രീതിയിലെല്ലാം ഇതിന്റെ ഒരു സംഭവങ്ങൾ ഇതിൽ അകത്തുണ്ട്. റിമോട്ട് വെച്ച് ഇഷ്ടമുള്ള കളർ മാത്രം കത്തിച്ച് നിർത്താനും അതും പറ്റും. നമുക്കിപ്പോ ഈ ഒരു സെൻസർ നമുക്ക് ഇതിന് കിട്ടുന്ന രീതിയിൽ സെൻസർ ഇതായിരിക്കും നമ്മൾ അതിന്റെ സെൻസർ. ഇപ്പൊ ഈ പറഞ്ഞ ലൈറ്റുകൾ നമ്മൾ കണ്ട ഈ സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ വാട്ടർ പ്രൂഫ് ആണ്, ഔട്ട്ഡോറിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ലൈറ്റുകളും കൂടെയാണ്. അതെ, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നമുക്കിപ്പോ ഇത് 240 LED വരുന്ന സ്ട്രിപ്പാണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടായിരുന്നല്ലോ. 240 LED വരുമ്പോൾ ഇത് നമുക്ക് വാട്ടർ പ്രൂഫ് ആയിട്ട് ഉപയോഗിക്കാം. വാട്ടർ പ്രൂഫ് ആണ്, വെള്ളത്തിനകത്ത് തന്നെ ഉപയോഗിക്കാം, കംപ്ലൈന്റ്സ് ഒന്നും ഇല്ല. കാരണം വെള്ളത്തിനകത്ത് കത്തിക്കാൻ പറ്റും. പക്ഷെ ഇതിന്റെ എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഡ്രൈവ് വരുമ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യണം, അത് നമ്മൾ പുറത്ത് സേഫായി വെക്കണം. ഇത് ഡ്രൈവ് ഒന്ന് കണക്ട് ചെയ്ത് പോകുമ്പോഴേക്കും ആ ഡ്രൈവിൽ വെള്ളം തട്ടാത്ത രീതിയിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതേ ഉള്ളൂ. ബാക്കി ഇത്രയും സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് വാട്ടർ പ്രൂഫ് കവറിങ് ഉള്ളതുകൊണ്ട് നമുക്ക് അത് മഴത്തെ സമയത്തൊക്കെ വെള്ളത്തിനകത്ത് വരെ കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത്. ഈ ഒരു ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ്, ഈ ഒരു സ്ട്രിപ്പ്, അതായത് നമുക്ക് 240 LED വരുന്നത് തന്നെയാണ്. ഇത് നമുക്ക് വാട്ടർ ടാങ്കിൽ, ഫിഷ് ടാങ്കിൽ, അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ എന്തോന്ന് വെച്ചാൽ ഇതിന്റെ 2 എൻഡ് അത് നമ്മൾ എപ്പോഴും കെയർ ചെയ്യണം. അത് പറയുമ്പോൾ ഡ്രൈവ് കൊടുക്കണം എന്തായാലും. ഇത് ഡയറക്റ്റ് കറണ്ടിൽ ഇത് വർക്ക് ചെയ്യാൻ പാടില്ല, അത് കത്തിപ്പോകും. ആ സമയത്ത് നമ്മൾ ഈ ഡ്രൈവ് കൊടുക്കുന്ന ഏരിയ, ആ ഡ്രൈവും ഈ എൻഡും എന്ത് ചെയ്യണം, നമ്മളൊന്ന് സേഫ്റ്റി ആയി വെച്ച് കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. അത്രേ ഉള്ളൂ. അത് നമുക്ക് ഇതിലും ചെയ്യാൻ പറ്റും. നമ്മൾ ആ റോപ്പ് ടൈപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇതേപോലുള്ള ഈ സംഭവങ്ങൾക്കൊക്കെ നമുക്ക് ഈ സംഭവത്തിൽ ഈ ഇതിന്റെ 2 എൻഡുകൾ മാത്രം കെയർ ചെയ്യണം. അത്രേ അതിന് മെയിൻ. അതെ, നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ ഷോപ്പ് മാളുകളിലൊക്കെ നമുക്ക് കണ്ടിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. അതൊക്കെ എൻഡുകൾ നമ്മൾ എന്ത് ചെയ്യണം, വെള്ളം തട്ടാത്ത രീതിയിൽ ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ സേഫ് ആയിട്ട് വെക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഇൻഡോർ ഔട്ട്ഡോർ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇനിയിപ്പോ നമുക്ക് വേറെ ഒരു സംഭവം, ചില ഏരിയകളിൽ നമുക്ക് ഇതൊന്നും കൊടുക്കാൻ പറ്റാത്ത ഏരിയകളാണ്. വീടിന്റെ അകത്തുള്ള ചെറിയ കബോർഡുകൾ, കൊച്ചു കബോർഡ്, 1 ഫീറ്റ് ഉള്ള ഏരിയകൾ, അതേപോലെ കിച്ചന്റെ കബോർഡിനകത്ത് ചില ഏരിയകളിൽ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞു ഭാഗങ്ങൾ കാണുകയാണെങ്കിൽ നമുക്ക് ഇത് ഈ ഒരു സംഭവം കൊടുക്കാൻ പറ്റും. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് ഡ്രൈവ് വേണ്ട, ഡയറക്റ്റ് കറണ്ടിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. സിം ആയിട്ട് നമ്മൾ എവിടെയാണോ നമ്മൾ അങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, 2 പോയിന്റിൽ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഔട്ട് കറക്റ്റ് ആയിട്ട് കിട്ടും.
നല്ല ഭംഗിയായിരിക്കും, വളരെ സ്ലിം ആണ് സംഭവം. അതെ അതെ. ഇതിന്റെ ഒരു വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 1 ഫീറ്റ് 2 ഫീറ്റ് 3 ഫീറ്റ് 4 ഫീറ്റ് ഇങ്ങനെ 4 സൈസിലാണ് ഇത് വരുന്നത്. നമുക്ക് ഒരു ഏകദേശം നമ്മൾ എത്രയാണോ വേണ്ടത് എന്നുള്ള 2 ഫീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 4 ഫീറ്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഏകദേശം ഒരു ട്യൂബിന്റെ ലെങ്ത്തിൽ കൂടുതൽ കുറച്ചുകൂടെ കാണും ആ ഒരു സൈസിൽ. പിന്നെ ഇതിന് ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, കറണ്ടിൽ കൊടുക്കാം ഒന്നാമത്. പിന്നെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വൈറ്റ് അതേപോലെ വാം 2 കളറിൽ ഇത് അവൈലബിൾ ആണ്. വൈറ്റിൽ വേണമെങ്കിൽ വൈറ്റിൽ സെലക്ട് ചെയ്യാം, വാമിൽ വേണമെങ്കിൽ വാം സെലക്ട് ചെയ്യാം. ഈ 2 കളറും ഇത് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഫൈൽ ലൈറ്റുകളെ കുറിച്ചും റോപ്പ് ലൈറ്റുകളെ കുറിച്ചുള്ള നമ്മൾ ഏകദേശ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് പ്രോഡക്ട്സിനെ കുറിച്ച് അറിയുവാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റിൽ പർച്ചേസ് ചെയ്യാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്കോറിയോ ലൈറ്റ്സിന്റെ കേരളത്തിൽ ഏത് ഷോറൂമിലും സന്ദർശിക്കാവുന്നതാണ്, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. Scorio. Explore the designer in you. Thiruvananthapuram, MANJAERI, MOLLAPPADI, KOTHAMANGALAM. Contact number 8111 827 183.